ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വണ്ടിന്റെ ഡെലിവറി വീഡിയോ അല്ലെങ്കിൽ വണ്ടിന്റെ കച്ചവട വീഡിയോ എന്നല്ല. ഞങ്ങൾ നിങ്ങൾക്കും ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുമെന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താന്നുള്ളത് പ്രണവ് പറയും. എല്ലാവർക്കും ഉപകാരപ്പെടും. ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. നമ്മുടെ ഇന്നലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നലെ റിയാസ് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഞാൻ അതിന്റെ മുന്നേ അതിന്റെ ഒരു എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞപ്പോൾ നിങ്ങളെ മുന്നിൽ എത്തിക്കൽ നിർബന്ധമായിട്ട് തോന്നി. നമ്മൾ ഈ കാർണിവൽ പോലുള്ള പരിപാടികളിൽ തോണി സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ പോകുന്ന തോണി, അതിന്റെ ഇത് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം, ക്ലിപ്പ് ഉൾപ്പെടുത്താം. ആ സാധനത്തിൽ ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനമല്ല, അതിന്റെ ഭയങ്കര ഉയരത്ത് പോകും. അടക്കം എന്തായാലും ഉണ്ടായത്. അതായത് എനിക്കിപ്പോ ഞാനായിക്കോട്ടെ പ്രണവായിക്കോട്ടെ ഞങ്ങൾക്ക് കുറച്ച് പ്രായമുള്ളവരാണ് കരുതുന്നത്. നമുക്ക് ഇപ്പൊ മേലെ പോയിരുന്നാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. പക്ഷെ ഇന്നലെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പാണ്ടിക്കാട് ഒരു കാർണിവലിലാണ് ഇന്നലെ പോയത്. അപ്പൊ ഞാൻ അവിടെ തോണിയിൽ കയറി ഞങ്ങൾ ഏറ്റവും മുകളിലാണ് പോയി കുത്തിരുന്നത്. അപ്പൊ എന്റെ കയ്യിൽ വീഡിയോ എടുക്കാൻ വേണ്ടി എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഏറ്റവും മുകളിൽ പോയി കുത്തിരുന്നിട്ട് ഇതിങ്ങനെ പോയിട്ട് നേരെ മുകളിൽ പോയി നിപ്പുണ്ട്. ഇങ്ങനെ ആടിയിട്ട് ഇങ്ങനെ മേലെ പോകും. അതിന്റെ മുന്നിൽ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഒരു കമ്പി മാത്രമാണ് നമ്മുടെ ഫ്രണ്ടിൽ പിടിക്കാനുള്ളത്. ബെഞ്ചിന്റെ കമ്പി, വേറെ ഒന്നുമില്ല. നമ്മളെ പോലെ അല്ലാത്ത ഒരുപാട് ചെറിയ കുട്ടികള്, പെൺകുട്ടികള്, അത് കൈക്കുഞ്ഞായിട്ട് കയറുന്ന ചെറിയ കുട്ടീനെ മടിയിൽ വെച്ച് കയറുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ മേലെ പോയിരിക്കുമ്പോ പെട്ടെന്ന് ഞമ്മക്കനെ തോന്നുന്നു കൈ വിട്ടാൽ കാളിട്ട് ഉള്ളിൽ കൂടി ആന്തൽ പേര് ഞമ്മക്കനെ വിടാൻ തോന്നും. അപ്പൊ എനിക്ക് പറയാം, എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് മറ്റുള്ള അനുഭവമല്ല, പ്രണവിന്റെ അനുഭവം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഇരുന്നാണ് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ചെക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അതിന് ഇടക്ക് വന്നൊരു സംഭവം. അപ്പൊ ഇത് നിർബന്ധമായിട്ട് എന്തെങ്കിലും അപകടം പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ കുട്ടികളെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ത്രീകളോ നമുക്ക് തന്നെ ആണെന്നുണ്ടെങ്കിലും പേടിച്ച് ബേജാറായി കണ്ട് കൈ വിട്ട് ഞാൻ താഴത്തേക്ക് വരും. ഞാനത് ഓനോട് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, എന്തായാലും ഇത് വീഡിയോ ചെയ്യണം, ഇത് ചെയ്തിട്ട് ജനങ്ങൾ മുന്നിലേക്ക് ഇത് എത്തിക്കണം. അത് എന്തെങ്കിലും നാളെ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ നമുക്ക് കാര്യമില്ല, അന്ന് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കുട്ടികളായിട്ട് ശ്രദ്ധിക്കും. ഇന്നലെ എത്ര കുട്ടികളെ മേലെ പോയിട്ട് കയറുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ കയറും. മേലെ എത്തിയിട്ട് ഇവിടെ കൺട്രോൾ പോകണം. അപ്പൊ അമ്മക്കെന്നെ തോന്നും, പക്ഷേ കുട്ടി വിടോ കൈ വിടോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവും. അപ്പൊ ഇത് കാണുന്ന രക്ഷിതാക്കന്മാര്, ഇത് കാണുന്ന ഒരുപാട് ആളുകൾ കൈക്കുഞ്ഞുമായിട്ടൊന്നും നിർബന്ധമായിട്ട് കയറാതിരിക്കുക. ഞങ്ങളിപ്പോ ഒരു പരിപാടിനെ മോശപ്പെടുത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഇതാക്കാൻ വേണ്ടിയിട്ടല്ലോ പറയുന്നത്. ഇനി ഇത് കാണുന്ന ഇതിന്റെ ഭാരവാഹികൾ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനൊരു പരിഹാരങ്ങൾ കാണണം. സേഫ്റ്റി സംവിധാനം സേഫ്റ്റിയാണ്. പിന്നെ കുട്ടികൾ ദയവ് ചെയ്ത് ഏറ്റവും മുകളിലൊന്നും പോയി ഇരിക്കാൻ ശ്രമിക്കരുത്. ദയവ് ചെയ്ത് നിർബന്ധമായിട്ട് മേലെ പോയി ഇരിക്കരുത്. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും അതിന് അത്രയും സേഫ്റ്റി ആണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിൽ കയറുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് അനുഭവിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതുപോലെ കമന്റ് ചെയ്യും, എന്താണ് അനുഭവിച്ചേക്കണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഞങ്ങൾ വെറുതെ പറഞ്ഞിക്കല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. അതെ, നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇത് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു. ഒരുപാട് ആൾക്കാർക്ക് അനുഭവിച്ചതായിരിക്കും. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയാൻ കാരണം. അപ്പൊ ദയവ് ഇത് കുട്ടികളെ കൊണ്ടൊന്ന് ദയവ് ഇത് കയറിയത്. പിന്നെ കൈക്കുഞ്ഞുമായിട്ട് കയറുന്ന ഗർഭിണികളൊക്കെ കയറാതിരിക്കും. രക്ഷിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അവിടെ ഇവിടെ എന്റെ പരിപാടിക്ക് നമ്മൾ പോയിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് എല്ലാവരും ഷെയർ ചെയ്യുക. ദയവ് ചെയ്ത് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ്, അല്ല ഞങ്ങൾക്ക് തോന്നുന്നത് അതായത് ഒരു പരിപാടിനെ ഇകഴ്ത്തിക്കാട്ടൊന്നും അല്ലട്ടോ. അത് വേണമല്ലോ പറയാം. ഒരു പരിപാടിനെ മോശമാക്കി ചിത്രീകരിക്കോ കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനത്തെ പരിപാടി നമ്മൾ പോകേണ്ടി നമ്മൾ എല്ലാ റൈഡിലും കയറണം, നമ്മൾ സകല ദുൽമും കാട്ടണം. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ത്രീകളൊക്കെ കയറിയാണ്ട് ഓരോ അതിന്റെ ഉള്ളിൽ നിന്ന് കയറിയാണ് നിർത്തിയോ പലതും സംഭവിക്കാം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പറ്റിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് തുടങ്ങി. മറ്റുള്ളവരെ പറയാൻ അത്രയുള്ളൂ. ഓക്കെ.